യെസ്, എൻ്റെ ആദ്യ കോളർ ബിനോയ് കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ബിനോയ്, ഇവിടെ ഇവിടെ മമ്മൂട്ടി എന്ന നടനും ആ CPM നേതാവും തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. പക്ഷേ ഒരു നടനെതിരെ വന്ന വലിയ തോതിലുള്ള ഒരു സൈബർ ആക്രമണം എന്തിന്റെ സൂചനയാണ് ബിനോയ്? അല്ല, ഒന്നിന്റെയും സൂചനയല്ല. അത് എന്തുവാണ് പറഞ്ഞു തീർത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു തീർക്കുവാൻ എന്താണ് മമ്മൂട്ടിയെ സംബന്ധിച്ചോളം ഒരു പൊതുപ്രവർത്തനം കൊടുക്കേണ്ടുള്ള അംഗീകാരം അദ്ദേഹം കൊടുത്തില്ല. ഞാനിപ്പോൾ ആരോ ആയിക്കോട്ടെ, CPM ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹത്തെ വേണ്ട രീതിയിലല്ല മമ്മൂട്ടി ട്രീറ്റ് ചെയ്തെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സോഷ്യൽ മീഡിയ അത് കണ്ടുകൊണ്ട് ഏറ്റിപ്പോ ആര് തെറ്റ് കാണിച്ചാലും സോഷ്യൽ മീഡിയ പറയും അവിടെ മമ്മൂട്ടിയെന്നോ മോഹൻലാലെന്നോ നരേന്ദ്രമോദിയെന്നോ പിണറായി വിജയനെന്നോ VD സതീശനെന്നോ ഒന്നുമില്ല. ആരായാലും തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കും. ഇവിടെ മമ്മൂട്ടിയെ തിരുത്താനുള്ള ഒരു ശ്രമമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നതെന്നാണ് ബിനോയ് കരുതുന്നത്. അല്ല, മമ്മൂട്ടി തിരുത്താനുള്ളത് മമ്മൂട്ടി എന്തിനാ ഒരു പൊതുപ്രവർത്തകനോട് അങ്ങനെ പറയേണ്ടുള്ള ആവശ്യം എന്തുവാ? അദ്ദേഹം അങ്ങനെ പറയേണ്ടുള്ള ആവശ്യം എന്തുവാ? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് സിനിമകൾ കാണുന്ന, രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും സിനിമ കാണുന്ന ആളുകൾ, ഈ സാധാരണക്കാരന്റെ ഒരു വിഷയം ഇതേ കണക്ക് വീടില്ലാത്തവന്റെ വീടിന്റെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പം അവിടെയൊക്കെ ഏത് രാഷ്ട്രീയക്കാരനോ ആവട്ടെ, ഒരു പൊതുപ്രവർത്തകനല്ലേ അവിടെയൊക്കെ ഓടിച്ചെല്ലുന്ന. മമ്മൂട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഇപ്പൊ തിരുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ പറയരുത്. മമ്മൂട്ടിക്ക് എന്തെങ്കിലും മമ്മൂട്ടി അങ്ങനെ പറയാൻ പാടില്ല. ഒരാളെയും ചെറുതാക്കി കാണാൻ പാടില്ല. അദ്ദേഹത്തിനോട് എന്തോ പറഞ്ഞു, നീ എന്തിനാ കൂടെ വന്ന് നിൽക്കുന്നത് നടക്കുന്നത്? അത് ചോദിക്കാൻ ഈ മമ്മൂട്ടിയാണോ? എല്ലാം കഴിഞ്ഞ് വീടുകളിൽ ആൾക്കാരും താമസമായി ബഹുമാനീയ മുഖ്യമന്ത്രി ഉദ്ഘാടനവും കഴിഞ്ഞ് പോകുമ്പം ഇപ്പോഴല്ല വരേണ്ടത്. ആ വരേണ്ടത് സമയം ഉണ്ടായിരുന്നു. മമ്മൂട്ടി അങ്ങനെ പറഞ്ഞതിനോടും ഇപ്പൊ മമ്മൂട്ടി വിളിച്ച് അദ്ദേഹത്തിനെ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. മമ്മൂട്ടി അങ്ങനെ ആ പൊതുപ്രവർത്തകനോട്, പ്രത്യേകിച്ച് ഒരു ജില്ലാ സെക്രട്ടറിയോട്, അത് ജില്ലാ സെക്രട്ടറി ആവട്ടെ, ഞങ്ങളുടെ ആരോ ആവട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ജില്ലയിലെ ഉന്നതനായ നേതാവാണ്, അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പാടില്ല. ആ പറഞ്ഞത് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ ഇതിപ്പം ചർച്ച ചെയ്തത് കൊണ്ടല്ലേ ഇതിപ്പോ അദ്ദേഹം വിളിച്ച് സോറി പറയാം. അങ്ങനെ പറയാൻ പാടില്ല. മമ്മൂട്ടി ഒരാളോട് പോലും, മമ്മൂട്ടി വലിയ നടനോ വലിയ അവാർഡ് മേടിച്ച ആളോ കേരളത്തിലെ മഹാനടനോ ഒക്കെ ആയിരിക്കും. അതൊക്കെ മറ്റൊരു, പക്ഷെ ഒരു മനുഷ്യനായിട്ട് കാണണം. ഒരു പൊതുപ്രവർത്തകനായിട്ട് കാണണം. അടുത്ത് പലരും വന്നു നിൽക്കും അദ്ദേഹത്തിനോടുള്ള ആരാധന കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല സമൂഹത്തിനോട് പ്രത്യേകിച്ച് ഞങ്ങളെ പൊതുപ്രവർത്തകരോട് അങ്ങനെയല്ല അദ്ദേഹം ബിഹേവ് ചെയ്യേണ്ടത്. അദ്ദേഹം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയകൾ പറയുന്നതിനോടൊപ്പം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നു. അല്ല, ഞാനിവിടെ ഇപ്പൊ ചില ആളുകൾ പറയുന്നത് മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു മെയ്വഴക്കമില്ല. അദ്ദേഹത്തിന് തോന്നുന്ന ഒരു അഭിപ്രായം ആരുടെയും മൂത്തു നോക്കി പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ ക്യാമറ ഉണ്ടാകും, ഇത് വിവാദമാകും എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയില്ല. ഇതിപ്പോൾ ഒരു CPM ഓർഗനൈസ്ഡ് പരിപാടിയിൽ താൻ വന്നു എന്നൊരു പ്രതിച്ഛായ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അതോ ഇത് തൻ്റെ ആ ഒരു ധാർഷ്ട്യം അത് ക്യാമറയിൽ അറിയാതെ പതിഞ്ഞുപോയി എന്ന ഒരു ജാള്യതയാണോ ഇപ്പം മമ്മൂട്ടിക്ക് ഉണ്ടാവേണ്ടത്? അല്ല, മമ്മൂട്ടിക്ക് ഞാനൊരു പറയാം. മമ്മൂട്ടി എന്ന കലാകാരനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയാം, മമ്മൂട്ടിക്ക് ഒരു ധാർഷ്ട്യമുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ സാധാരണക്കാരൻ 50, 100, 200 രൂപ കൊടുത്ത് സിനിമ കാണുന്ന ആളുകൾക്ക് ആ നടനെ ഒന്ന് നേരിൽ കാണുമ്പോൾ ഒന്ന് ഒരു ഷേക്കാൻഡ് കൊടുക്കും, അടുത്ത് നിൽക്കണമെന്നൊക്കെ തോന്നും. പ്രത്യേകിച്ച് അവിടുത്തെ ജില്ലാ സെക്രട്ടറി അല്ലേ നിന്നത്. ഇനിയിപ്പോ സാധാരണക്കാരൻ നിന്നാലും ജില്ലാ സെക്രട്ടറി നിന്നാലും മമ്മൂട്ടി അങ്ങനെ പറയാൻ പാടില്ല. മമ്മൂട്ടി തെറ്റ് തിരുത്തിയത് ജനങ്ങളുടെ പ്രതികരണം കണ്ടിട്ടാ. എത്രയോ പേർക്ക് ദുരനുഭവങ്ങൾ ഉള്ളവരുണ്ട്. ചിലർ പറയത്തില്ല, അവർ നാണക്കേട് ഓർത്ത് ചിലർ പറയത്തില്ല. പക്ഷെ ഇത് ജില്ലാ സെക്രട്ടറി ഒരു രാഷ്ട്രീയക്കാരനെന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നേരിടും. ഒരുപാട് ആരോപണങ്ങൾ വന്നാൽ എല്ലാത്തിനെയും. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരനായ ജില്ലയുടെ സെക്രട്ടറി റഫീഖ് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്കുണ്ടായ അനുഭവം എന്നുള്ളത്. അങ്ങനെ തന്നെ പറയണം. മമ്മൂട്ടിയൊക്കെ ഞാനും താങ്കളും ഒക്കെ പൈസയും ടാക്സും കൊടുത്ത് സിനിമ കണ്ടിട്ട് നമ്മളൊക്കെ കൊടുക്കുന്ന പ്രതിഫലവും അവരിവിടം വരെ എത്തിയത്. അതുകൊണ്ട് റഫീഖിനോട് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടോ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളോട് എങ്ങനെയാണ് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്നുള്ളത് മമ്മൂട്ടിയും മലയാളത്തിലെ ചില മഹാനടന്മാരും പഠിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പഠിച്ചേ പറ്റൂ. ഇനി ജില്ലാ സെക്രട്ടറി റഫീഖ് അല്ല, ഒരു സാധാരണക്കാരനാണ് വന്ന് മമ്മൂട്ടി ഇത് മമ്മൂട്ടിയാ, ഇത് മഹാനടനാന്ന് വന്ന് പറയുമ്പോ ആ രീതിയിൽ കാണണം. അവിടെ ഈ റഫീഖൊക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണല്ലോ.
അവിടെ ഈ വീട് വെക്കാനും മറ്റേനും ഒക്കെ കടന്ന് മെനക്കെട്ടത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് നിൽക്കാൻ യോഗ്യനായതുകൊണ്ടാണ് റഫീഖ് അവിടെ വന്ന് നിൽക്കുന്നത്. ഇതിനു മുമ്പ് പലരും വന്നപ്പോഴും ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ വന്നപ്പോഴും റഫീഖ് അവിടെ ഉണ്ട്, റഫീഖ് വരുന്നുണ്ട്. ഞാൻ റഫീഖിന് രാഷ്ട്രീയപരമായി ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് ദോരയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, പക്ഷെ മമ്മൂട്ടി റഫീഖിനോട് കാണിച്ചത് ഒരു പൊതുപ്രവർത്തകൻ, ഒരു നല്ല മനുഷ്യൻ, നല്ല മനസ്സുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരിക്കലും അത് ശരിയല്ല. സോഷ്യൽ മീഡിയയിൽ ഇട്ട് ട്രോളുന്നതോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതോ സോഷ്യൽ മീഡിയ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലോ ഒരു കാര്യമില്ല. അത് പോസിറ്റീവ് തിങ്ക് ആണ്. ഇനി അങ്ങനെ മമ്മൂട്ടിയെ പോലുള്ള മഹാനടൻ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. മമ്മൂട്ടിയെ അവഹേളിക്കാൻ വേണ്ടിയല്ല. ഇനി ഇത് ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം വിജയകുമാർ കൂടി എന്നോടൊപ്പം പട്ടാമ്പിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ വിജയകുമാർ, മമ്മൂട്ടിക്കെതിരെ ഇപ്പോൾ പലരും പിന്തുണയായി ആളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പല ആളുകൾ വന്നു. തിരക്കഥാകൃത്തും അതുപോലെ നിർമ്മാതാവുമായ നിഷാദ് കോയ പറയുന്നത് മമ്മൂട്ടിയുടെ സ്വകാര്യ സന്ദർശനം പാർട്ടി പരിപാടിയാക്കാൻ ശ്രമിച്ച എല്ലാ ഫ്രെയിമിലും കയറി നിൽക്കുന്ന തരത്തിലേക്ക് CPM ജില്ലാ സെക്രട്ടറിമാർ തരം താഴുന്നു എന്നാണ്. വിജയ് കുമാർ പട്ടാമ്പി. ഇത് കാര്യമായിട്ട് വിവാദമാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാർക്കും ചിലപ്പോൾ ചെറുതായിട്ട് നമുക്ക് പൊതുവായിട്ട് ആൾക്കാരായിട്ട് പെരുമാറുമ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റും. അതപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ പെരുമാറ്റത്തിൽ മോശമായോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അറിയാതെ പറഞ്ഞാൽ ശ്രമിക്കണം എന്ന് നിങ്ങൾ പറയും. അതുപോലെ ചെറിയൊരു കാര്യമേ ഉള്ളൂ. രണ്ട് കുട്ടി അത് ശരിക്കും സംസാരിച്ച് തീർക്കുകയും ചെയ്തു. അത് കാര്യമായിട്ട് വിവാദമാക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഇത് പറ്റും. ഇനി ഇത്തരം ഒരു കാര്യം മമ്മൂട്ടി ആവർത്തിക്കില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഷിജു നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്രീഷിയേറ്റ് യുവർ സിൻസിയറിറ്റി ഫോർ വർക്കിംഗ് ഈവൺ ഓൺ സൺഡേസ് ഓഫ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ഓക്കെ, അപ്പോൾ ഷിജുവിന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഞായറാഴ്ചയും, അപ്പോൾ ഇവിടെ അങ്ങനെ ഞായറാഴ്ച അവധി എന്നുള്ളൊരു രീതി ടെലിവിഷനുകളിൽ ഇല്ല കേട്ടോ. നമ്മൾ ആഴ്ചയിൽ നമുക്ക് സൗകര്യമുള്ളൊരു ദിവസം ഓഫ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷിജു വിചാരിക്കും ഞാൻ ഞായറാഴ്ചയും പണിയെടുക്കുകയാണെന്നാണ്. പലരും അത് ഞായറാഴ്ചയാണ് എടുക്കാറ്, ഞാനങ്ങനെ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്ന് പറയുന്നു. മമ്മൂട്ടി അച്ചി വീട്ടിൽ നിന്ന് വന്നതാണോ എന്ന് രാജേഷ് മാംകോഴി എന്നോട് ചോദിക്കുന്ന. എന്താ രാജേഷേ, മമ്മൂട്ടിയേക്കാൾ പറഞ്ഞു, പക്ഷേ അങ്ങനെ നിലവാരം കുറച്ച് വേണ്ടേ ഇതിലൊക്കെ പ്രതികരിക്കുമ്പോൾ. ഇപ്പോൾ സദാശിവൻ നായർ എന്നോട് പറയുന്നു, ബിനോയ് കൊല്ലം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. മമ്മൂട്ടി അവിടെ പോയത് തന്നെ ജാടയാണ് എന്ന് പറയുന്നു. മമ്മൂട്ടി ദുരന്തബാധിതർക്ക് എന്ത് ചെയ്തു എന്ന് പറയൂ. CPM ജില്ലാ സെക്രട്ടറി ദുരന്ത മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു. നേച്ചർ 999 ആണ് എന്നോട് പറയുന്നത്. CPM ജില്ലാ സെക്രട്ടറി ദുരന്ത മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് താരങ്ങൾ ജാട കാണിക്കാൻ നിന്നാൽ ജനങ്ങൾ വെറുതെ വിടില്ല എന്ന് ഓർപ്പിക്കുകയാണ് നേച്ചർ 999. രാജേഷ് പറയുന്നു, നസീർ സാർ മഹാനായ നടനായിരുന്നു എന്ന്. മമ്മൂട്ടി കാണിച്ച ഒരിക്കലും ശരിയായില്ല എന്ന് എന്നോട് ശാന്തകുമാരി പറയുന്നു. പൊതുവേദിയിൽ ബിനോയ് കൊല്ലം പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന് ശാന്തകുമാരി. അപ്പോൾ നമ്മുടെ ഇന്ന് വനിതാ ദിനമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വനിതകൾ നമ്മളെ ടെലിഫോൺ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് വനിതകൾക്ക് കുറച്ചൊരു പ്രാധാന്യം നമുക്ക് കൊടുക്കാം. അപ്പോൾ ശ്രീമതി ശാന്തകുമാരി ആണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്നോട് പ്രതികരിച്ചിരിക്കുന്നത്. ജോസഫ് വർഗീസ് പറയുന്നു, എത്ര വട്ടം നേതാക്കളെ ആട്ടി പുറത്താക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന തരത്തിൽ പറയുന്നു. ജയകുമാർ നമസ്കാരം, മമ്മൂട്ടിക്ക് പാർട്ടി പരിപാടിക്ക് വന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്താങ്ങുന്നുണ്ട്. മുഹമ്മദ് മഞ്ചേരി ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ മുഹമ്മദ് മഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.